ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോവാണേ. നമുക്കിപ്പോൾ സ്കൂളിലേക്കൊക്കെ കുട്ടികളെ വിടണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാർ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാച്ചാറാണ്. അമ്മ സ്പെഷ്യലാണിത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഈ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 3 മാങ്ങ അരിഞ്ഞത്, വെളുത്തുള്ളി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കായപ്പൊടി, വെളിച്ചെണ്ണ. ഇത്ര ഐറ്റംസ് ആണ് ഈ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. പെട്ടെന്ന് മാങ്ങ എല്ലാം നമുക്ക് ഒരു ചരുവത്തിലോട്ട് പകർത്തണം. ലേശം മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് ഉപ്പ് ചേർക്കുക, ഉപ്പ് പാകത്തിന് ചേർക്കുക, ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇടുക, കായപ്പൊടി ആവശ്യത്തിന്, കായപ്പൊടി കുറച്ചിടുക, മുളക് പൊടി ആവശ്യത്തിന്, ഇവിടെ നമ്മൾ 3-4 ടീസ്പൂണോളം മുളക് പൊടി ഇടുന്നുണ്ട്. ആവശ്യത്തിന് ഇടാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് മുളക് പൊടി കൂടി ഇടാം. എന്നിട്ട് അത് എല്ലാം കൂടി മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഒരു കടായി വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏതാണെങ്കിലും ഉപയോഗിക്കാം. നമ്മളിവിടെ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇടുകയാണ്. കടുക് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചേക്കുന്ന അതിലോട്ട് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പച്ചച്ചവ മാറുന്നിടം വരെ വഴറ്റുക. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങ ഇതിലോട്ട് ഇട്ട് ഇളക്കുക. മാങ്ങ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങ ഇതിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ മാങ്ങ എന്ന് ചെറുതായിട്ട് ഉടയുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അമ്മ സ്പെഷ്യൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന മാങ്ങാച്ചാർ. നമുക്ക് കുട്ടികളെ സ്കൂളിൽ വിടുമ്പോഴൊക്കെ പെട്ടെന്ന് മാങ്ങാച്ചാർ കൊടുത്തു വിടണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാറാണിത്.